ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും ശതമാനം 100 അടിസ്ഥാനപ്പെട്ടാൽ 18% നഷ്ടം എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 18 കുറയ്ക്കും. അതായത് 82% നഷ്ടം വന്നപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റ? അന്നേരത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര? സെല്ലിംഗ് പ്രൈസ് 4920. അപ്പോൾ 30% ലാഭം വരുമ്പോൾ ഓരോ ബാഗും എത്ര രൂപ? ലാഭം എന്ന് പറയുമ്പോൾ 100-ൻ്റെ കൂടെ 15 കൂട്ടണം, 115%. നേരത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് ഒന്ന് കൊടുക്കുന്നു. ഇനി ഇത് ക്രോസിന് എടുത്താൽ മതി. 82% ഗുണം എക്സ് സമം 115% ഗുണം 4920. ഈ ശതമാനം എന്ന് പറയാൻ രണ്ട് സൈഡിലും ഉണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ബൈ 100 82/100 115 രണ്ടിടത്തും ഉണ്ടായിട്ട് ഒരുപോലെ ഉണ്ടായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി എക്സ് എന്ന് പറയുന്നത് 115 × 4920 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 82. അന്നേരം നമുക്ക് ഹരിക്കുമ്പോൾ 6900 വരും. അത് ഒരു ഡസൻ ബാഗിൻ്റെ വിലയാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ ഒരു ബാഗിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു ബാഗിൻ്റെ വില കാണാൻ ഈ 6900-നെ 12 വെച്ച് ഹരിക്കുക. 575 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 18% നഷ്ടം വരുമ്പോൾ 100-ൽ നിന്ന് 18 കുറയ്ക്കുക. 82%. 100-ൽ നിന്ന് 18 പോയാൽ 82. അത് പറയുന്ന സെല്ലിംഗ് പ്രൈസ് 4920 തന്നിട്ടുണ്ട്. 15% ലാഭമായാൽ 115%, അതായത് 100-ൻ്റെ കൂടെ 15 കൂട്ടുക ലാഭമായാൽ. നഷ്ടമായാൽ കുറയ്ക്കുക. ഇത് എക്സ് നമുക്കറിയാത്തതുകൊണ്ട് എക്സ് എന്നിട്ട് ഇനി ഇത് ക്രോസിന് എടുക്കുക. 82% × എക്സ് സമം 4920 × 115%. അതായത് നമുക്ക് ഈ ശതമാനം രണ്ട് സൈഡും ഉണ്ടായിട്ട് ബൈ 100 രണ്ട് സൈഡും ക്യാൻസലായിപ്പോവും. 82 × എക്സ് 115 × 4920. എക്സ് സമം 115 × 4920 കൂടെ കിടക്കുന്ന 82 കൊണ്ട് ഹരിക്കുക. ബൈ 82 6900 വരും. ഇത് ഒരു ഡസൻ ബാഗിൻ്റെ വിറ്റ വിലയാണിത്. അതായത് നമുക്ക് ഒന്നിൻ്റെ അറിയാൻ 6900-നെ 12 കൊണ്ട് ഹരിക്കുക. 575 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം.